റോഷിപാൽ ചില വിവരങ്ങൾ പറയും. രണ്ടു പ്രധാനപ്പെട്ട ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഒന്ന് പാലക്കാടും മറ്റൊന്ന് വരാൻ പോകുന്നത് ചേലക്കരയിലുമാണ്. പാലക്കാട് ആരായിരിക്കും ഷാഫി പറമ്പിലിൻ്റെ പിൻഗാമിയായി എത്താൻ പോകുന്നത്? രണ്ടു സാധ്യതകൾ, രാഹുൽ മാങ്കൂട്ടത്തിലും VT ബൽറാമും. ചേലക്കരയിൽ രമ്യ ഹരിദാസിന് സാധ്യതയെന്നാണ് കേൾക്കുന്നത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി ഒഴിഞ്ഞാൽ പ്രിയങ്ക ഗാന്ധിയോ അതല്ലെങ്കിൽ K മുരളീധരനോ വന്നേക്കാനുള്ള സാധ്യതയുണ്ട്. വിവരങ്ങളുമായി റോഷിപാൽ നമുക്കൊപ്പം ചേരുന്നു. റോഷിപാൽ, 6 മാസത്തിനുള്ളിൽ 2 ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കണം. ഇപ്പോഴേ കോൺഗ്രസ് ആ ചർച്ചകളിലേക്ക് കടക്കുകയാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പ് നൽകിയിരിക്കുന്നൊരു മൊമെൻറ്റമുണ്ട്. അത് പരമാവധി എളുപ്പം തെരഞ്ഞെടുപ്പ് നടത്തിയാൽ ചേലക്കര മണ്ഡലം CPM-ന്റെ മണ്ഡലമാണ്. പക്ഷേ എങ്കിൽ പോലും കോൺഗ്രസ് നമ്മുടെ വിജയിച്ച് കയറാവുന്നതേ ഉള്ളൂ രാധാകൃഷ്ണൻ പോകുന്ന സാഹചര്യത്തിൽ. പക്ഷേ പാലക്കാട് ഒരു ക്ലാസിക് പോരാട്ടമായിരിക്കും. BJP വോട്ട് വിഹിതം വർദ്ധിപ്പിച്ച മണ്ഡലമാണ് എന്ന പ്രത്യേകത കൂടിയുണ്ട്. കനത്ത പോരാട്ടമാണ് കഴിഞ്ഞ തവണ മെട്രോ ശ്രീധരൻ കൊടുത്തത്. അതുകൊണ്ട് ഷാഫി പോയാൽ ആര് എന്ന ചോദ്യം ഇപ്പോൾ തന്നെ ഉയർന്നു കേൾക്കുന്നു. ആർക്കൊക്കെയാണ് സാധ്യത ആദ്യഘട്ടത്തിലുള്ളത് റോഷിപാൽ? ഒന്ന്, പാലക്കാട്, ചേലക്കര ഈ 2 മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് ഉറപ്പായി കഴിഞ്ഞു. ഇവിടെ UDF സ്ഥാനാർത്ഥി ആരാകുമെന്നുള്ള ചർച്ച നേതാക്കൾ തമ്മിൽ തുടങ്ങി. നേരത്തെ തന്നെ പാലക്കാട് ഷാഫി പറമ്പിൽ പിൻഗാമിയായി മനസ്സിൽ ഒരാളെ കണ്ടിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായ രാഹുൽ മാങ്കൂട്ടത്തിൽ ആണ് ഷാഫി പറമ്പിൻ്റെ മനസ്സിലുള്ള ആ പിൻഗാമി എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായിരിക്കുകയാണ് പാലക്കാട് നിന്നും ഷാഫി കടുത്ത പോരാട്ടത്തിലൂടെ നിയമസഭയിലേക്ക് ഒടുവിലെത്തുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു ശബ്ദം ഇനി ഷാഫിക്ക് പിന്തുടർച്ചയായി നിയമസഭയ്ക്കകത്ത് ഉണ്ടാകണമെന്ന അഭിപ്രായം കോൺഗ്രസിനകത്ത് സജീവമാണ്. അവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിൽ ശക്തമായി ഉയർന്നു വരാനുള്ള സാധ്യത. രണ്ടാമത്തേത് KPCC ഉപാധ്യക്ഷനായ VT ബൽറാമാണ്. VT ബൽറാം നേരത്തെ പാലക്കാട് ജില്ലയിൽ തന്നെ ഉള്ളതുകൊണ്ട് തന്നെ VT ബൽറാമിനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. മറ്റാരെങ്കിലും ഇതിനപ്പുറത്തേക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ചേലക്കരയിലാണെങ്കിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂർ മണ്ഡലത്തിൽ UDF-നെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് രാധാകൃഷ്ണനും രമ്യ ഹരിദാസും തമ്മിലുള്ള ഭൂരിപക്ഷത്തിൻ്റെ ഒരു വ്യത്യാസം ഏതാണ്ട് 5000 വോട്ടിനടുത്ത് മാത്രമാണ്. അവിടെ കൃത്യമായി പ്രവർത്തിച്ചാൽ രമ്യ ഹരിദാസിനെ സ്ഥാനാർത്ഥിയാക്കി വിജയിപ്പിക്കാൻ കഴിയുമെന്ന കണക്കുകൂട്ടൽ UDF കേന്ദ്രത്തിലുണ്ട്. പക്ഷേ ചേലക്കരയിലെ പരാജയവുമായി ബന്ധപ്പെട്ട് അവിടെ DCC-യുമായും കോൺഗ്രസ് നേതൃത്വവുമായി രമ്യ ഹരിദാസ് ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യം. നേരത്തെ ആലപ്പുഴയിൽ ഇത്തരമൊരു പരീക്ഷണം നടത്തി വിജയിച്ച ഒരു ചരിത്രം കോൺഗ്രസിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവിടെ രമ്യ ഹരിദാസിനെ ഇറക്കാനുള്ള ആലോചന നടത്തുന്നത്. മറ്റൊന്ന് വയനാടാണ്. വയനാട് രാഹുൽ ഗാന്ധി ഒഴിയുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും രാഹുൽ ഗാന്ധി മനസ്സ് തുറന്നിട്ടില്ല. ഒരുപക്ഷെ വയനാട് നിലനിർത്തി റായ്ബറേലി ഒഴിയാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ പറയുന്നത്. വയനാട് ഒഴിയുകയാണെങ്കിൽ അത് പ്രിയങ്ക ഗാന്ധി മത്സരിക്കണമെന്ന അഭിപ്രായം പല കോണുകളിൽ നിന്ന് ഉയർന്നു. പക്ഷേ തൃശ്ശൂരിലെ ദയനീയ തോൽവിയുടെ സാഹചര്യത്തിൽ പോരാടി പരാജയപ്പെട്ട K മുരളീധരനെ വയനാട്ടിൽ മത്സരിപ്പിക്കണമെന്ന നിർദ്ദേശം ആദ്യഘട്ടത്തിൽ മുസ്ലിം ലീഗ് ഉന്നയിച്ചു കഴിഞ്ഞു. അതിന് പിന്തുണയുമായി കോഴിക്കോട് DCC അധ്യക്ഷൻ K പ്രവീൺകുമാർ രംഗത്തെത്തി. വയനാട്, മലപ്പുറം DCC അധ്യക്ഷന്മാർക്കും അവിടെയുള്ള പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾക്കും സമാനമായ അഭിപ്രായമുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനടക്കം അതേ അഭിപ്രായം ഉയർത്തുന്നു. പക്ഷേ അതൊരു റിസർവേഷൻ മണ്ഡലമാണ്. നേരത്തെ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം ആ മണ്ഡലത്തിലേക്ക് ഒരാളെയും നിർദ്ദേശിച്ചിട്ടില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയ ഘട്ടത്തിൽ. അതുകൊണ്ട് വയനാട്ടിൽ രാഹുൽ ഗാന്ധി ഒഴിഞ്ഞാൽ പോലും അവിടെ അന്തിമ തീരുമാനം എടുക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. ഏതായാലും മുരളീധരനെ അനുനയിപ്പിക്കാനുള്ള നീക്കത്തിനിടയിൽ ഇത്തരമൊരു ഓഫർ മുന്നോട്ട് വരാനുള്ള സാധ്യതയുമുണ്ട്. പക്ഷേ അതിന് മുരളീധരൻ തയ്യാറാകുമോ എന്ന് വ്യക്തമല്ല. നേരത്തെ മുരളീധരൻ കോൺഗ്രസിന് പുറത്തു നിൽക്കുമ്പോൾ NCPയുടെ സ്ഥാനാർത്ഥിയെ അവിടെ തനിച്ച് മത്സരിച്ച് 1 ലക്ഷത്തിലേറെ വോട്ട് വയനാട്ടിൽ നേടിയ ചരിത്രവുമുണ്ട്. അതുകൊണ്ട് തന്നെ വയനാട് മണ്ഡലവുമായി മുരളീധരന് അഭേദ്യമായ ബന്ധമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും ഇനി കോൺഗ്രസിനകത്ത് ഔദ്യോഗിക ചർച്ചകൾക്ക് ഏറെ താമസിയാതെ തുടക്കമാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. അടുത്ത ആഴ്ചയോടെ തന്നെ KPCC നേതൃയോഗം വിളിച്ചു ചേർത്ത് ഈ കാര്യങ്ങളിലടക്കം ഒരു തീരുമാനമെടുക്കും. പാലക്കാടും ചേലക്കരയിലും ഉടൻ തന്നെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങാനുള്ള നിർദ്ദേശം DCC-കൾക്കും പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തിനും ഇപ്പോൾ നൽകി കഴിഞ്ഞു. റോഷി, അപ്പോൾ 3 പ്രധാനപ്പെട്ട ഉപതെരഞ്ഞെടുപ്പുകൾ, അതിലൊന്ന് വയനാട്. രാഹുൽ ഗാന്ധി വയനാട് ഉപേക്ഷിക്കുകയും റായ്ബറേലി സ്വീകരിക്കുകയും ചെയ്താൽ അവിടെ പ്രിയങ്ക ഗാന്ധി വരാനുള്ള സാധ്യത, അതല്ലെങ്കിൽ K മുരളീധരൻ, അല്ലെങ്കിൽ പാലക്കാടാണ്, പിന്നെ ചേലക്കര. ഇങ്ങനെ 3 ഉപതെരഞ്ഞെടുപ്പുകളാണ് നടക്കാൻ പോകുന്നത്. ആറ്റിങ്ങലിൽ
വി ജോയ് ജയിച്ചിരുന്നുവെങ്കിൽ വർക്കലയിലും ഉപതെരഞ്ഞെടുപ്പ് വന്നേനെ. പക്ഷേ അത് അടൂർ പ്രകാശ് തടഞ്ഞു. അപ്പോൾ പാലക്കാട് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലും വി ടി ബൽറാമും അല്ലാതെ മറ്റാരെങ്കിലും പരിഗണിക്കാൻ ഇപ്പോൾ കോൺഗ്രസിന് മുന്നിലില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അവിടെ ആ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ബി ജെ പി ശക്തമായൊരു സാന്നിധ്യമാണ്, സി പി എമ്മിൻ്റെ വോട്ടുകൾ അവിടെ നിർണായകമാണ്. പക്ഷേ ഇവർ രണ്ടുപേരും രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും വി ടി ബൽറാമുമാണെങ്കിലും സി പി എം കേന്ദ്രങ്ങളിൽ നിന്ന് വോട്ട് ചേർത്താൻ പറ്റിയ സ്ഥാനാർത്ഥികളാണോ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഷാഫി പറമ്പിലിന് കിട്ടിയിരിക്കുന്ന കഴിഞ്ഞ തവണത്തെ മതേതര വോട്ടുകൾ പിടിക്കാൻ വി ടി ബൽറാമിനും രാഹുൽ മാങ്കൂട്ടത്തിലും കഴിയുമോ എന്നൊരു ചോദ്യവും പ്രസക്തമാണ്. കണക്കുകൾ ആശങ്കപ്പെടുത്തുന്ന കണക്കുകളാണ് പാലക്കാടുള്ളത്. നിയമസഭയിൽ പലപ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നിയമസഭയിൽ ബി ജെ പി ഒന്നാമത് വരുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവർ പിന്നിലേക്ക് പോകുന്നുണ്ട്. മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് ബി ജെ പി ആണ്. അപ്പോൾ ബി ജെ പിയെ നേരിടാനും സി പി എമ്മിൻ്റെ വോട്ടുകൾ ചോർത്താനും കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയെ തിരഞ്ഞാൽ ഈ രണ്ടു പേർക്കും അപ്പുറം മറ്റൊരു പേര് തിരയേണ്ടി വരില്ലേ കോൺഗ്രസ്? അൻകുമാർ സൂചിപ്പിച്ച കാര്യം കൃത്യമാണ്. കാരണം വി ടി ബൽറാം സി പി എമ്മുമായി നിരന്തരം പോരാടുന്ന ഒരാളാണ്. സി പി എം പ്രവർത്തകരുടെ വോട്ടുകൾ വി ടി ബൽറാമിന് ചോർത്തിയെടുക്കാൻ പറ്റുമോ എന്നൊരു ആശങ്ക കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. പക്ഷേ രാഹുൽ മാങ്കൂട്ടവും സമാനമാണെങ്കിൽ പോലും ഷാഫി പറമ്പിൽ മണ്ഡലത്തിൽ സജീവമായി നിന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അല്ലെങ്കിൽ ആരെയാണ് സ്ഥാനാർത്ഥിയാക്കുന്നത് അവരെ വിജയിപ്പിക്കാനുള്ള കരുത്ത് ഷാഫി പറമ്പിലിനുണ്ടെന്ന് യു ഡി എഫ് നേതൃത്വം കരുതുന്നു. കാരണം ഷാഫി അജയനാണെന്ന് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം യു ഡി എഫ് നേതൃത്വം കണക്ക് കൂട്ടുന്നു. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഒരു പ്രതീക്ഷയുള്ളത്. പക്ഷേ എന്തായാലും യുവ നേതാക്കളെ രംഗത്തിറക്കി മണ്ഡലം നിലനിർത്താനുള്ള ശ്രമമാണ് യു ഡി എഫ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാവുക എന്ന കാര്യത്തിൽ സംശയവുമില്ല. അതുകൊണ്ടാണ് ഈ രണ്ട് പേരുടെ പേരുകൾ ആദ്യഘട്ടത്തിൽ ഉയർന്നു കേൾക്കുന്നത്. ഇനി മറ്റൊരു പേര് അവിടെ വരാനുള്ള സാധ്യത പറയാൻ പറ്റില്ല. പല നിർദ്ദേശങ്ങളും വരാൻ സാധ്യതയുണ്ട്. ഏതായാലും ഈ വരുന്ന ആഴ്ച നടക്കുന്ന തീയതി നിശ്ചയിച്ചില്ലെങ്കിൽ പോലും അടുത്ത ആഴ്ച KPC നേതൃയോഗം നടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ആ യോഗത്തിൽ പ്രധാനപ്പെട്ട ചർച്ചകൾ ഒന്ന് ഇതായി മാറാനുള്ള സാധ്യതയുണ്ട്. കാരണം അത് നിർണായകമാണ്. ചേലക്കര പിടിച്ചെടുക്കാനുള്ള ശക്തമായ നീക്കവും കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന കാര്യത്തിലും സംശയമില്ല. ഏതായാലും പാലക്കാടാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എല്ലാവരും ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത്രയേറെ വാശിയേറിയ പോരാട്ടം പാലക്കാട് നടന്നിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇത്രയും വളരെ ശ്രദ്ധയോടെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കാനുള്ള സാധ്യത.